ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ, അതിനു വേണ്ടി പോവാണ്. വീട് എത്തിയിട്ടോ ഗൈസ്. ഇതാണ് വീട്. ഞാൻ വീടിൻ്റെ ഉൾവശം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ വീടാണ് കേട്ടോ. ഒരുപാട് പൈസയൊന്നും പൊട്ടിക്കാതെ എന്നാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു 2 നില വീടാണ് കേട്ടോ. 2 ബെഡ്റൂം താഴെയും ഇതുപോലെ 2 ബെഡ്റൂം മുകളിലും, ഓപ്പൺ ഏരിയ, കിച്ചണ്, ലിവിങ് റൂം, ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട്, ബാൽക്കണി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു കൊച്ചു വീടാണ് കേട്ടോ. എല്ലാ റൂമിലും ആളുകൾ കാരണം വീഡിയോ നേരെ എടുക്കാൻ പറ്റിയിട്ടില്ല. താഴെ 2 ബെഡ്റൂമിലായിട്ടാണ് കേട്ടോ ടോയ്ലറ്റൊക്കെ വരുന്നത്. ഇതെല്ലാം പണികളൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി കർട്ടൻ ഫിറ്റ് ചെയ്യാനേ. താഴെ ബെഡ്റൂമിനോട് ചാരിയാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ടി വിയും കാര്യങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. വാഷിംഗ് ഏരിയ അവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്കാണ്. കിച്ചണൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്. ഇനി പുറത്തേക്കൊരു കിച്ചൺ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അവർക്ക്. അതുകൊണ്ട് അവർ അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ടേബിളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സ്റ്റെയറിൽ ചെയ്തിട്ടുള്ള വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ മുകളിൽ 2 ബെഡ്റൂം, ഒരു ഓപ്പൺ ഏരിയ, അതുപോലെ ബാൽക്കണി. പിന്നെ മുകളിൽ ഹാളിലാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ഏരിയ മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പൺ ഏരിയ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ടൈലൊക്കെ ചെയ്ത് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് നല്ല സെറ്റായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒഴിഞ്ഞ് വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇവരുടെ വീടിൻ്റെ ബാക്കിലായിട്ട് തന്നെ പുഴയിട്ട് വരുന്നത്. മഴക്കാലത്തൊക്കെ ഇവരുടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറലുണ്ട്. ഞാനിവിടെ വീഡിയോ എടുക്കുകയാണ്. കുട്ടികളൊക്കെ താഴെ തുള്ളിച്ചാടി നിൽക്കുക പുഴയ്ക്ക് പോകാൻ. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് വീടിൻ്റെ. ഞങ്ങൾ പുഴയിലേക്ക് പോവാണ്. മഴക്കാലത്ത് ഇതിലൊക്കെ വെള്ളം കയറിയിട്ടാണ് അവരുടെ വീട്ടിലേക്ക് വെള്ളം എത്തും. വെള്ളമൊക്കെ കുറവാണ് കേട്ടോ ഗൈസ്. എന്നാലും കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് വെള്ളമുണ്ട്. ഷൂ ഇട്ട കാരണം എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ അവർ കളിക്കുന്നത് നോക്കി നിൽക്കണേ. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കൊടികുത്തിമലൊന്ന് പോകണം. നെസാക്കും നെസ്ലുവിൻ്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാനുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് പോന്നു. ഹലോ ഗൈസ്, ഞങ്ങളൊരു സോങ് ഷൂട്ടിങ്ങിന് കൊടുകുത്തിക്ക്. അത് ഞാൻ സ്കാനിനോട് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടാ മതി പറഞ്ഞിട്ടോ. കാരണം വെയിലാണ്. 4 മണിക്കേ തുറക്കുള്ളൂ. കൊടികുത്തിമല എത്തിയിട്ട് ഗൈസ്. അത് ഗൂഗിൾ പേ ഉള്ളു ഇത്ര ഇവിടെ. നമ്മള് പൊളിക്കൂലേ ചേരാ. ഞങ്ങൾക്ക് പിരാന്താണ് ഗൈസ്. നട്ടുച്ചക്ക് കൊടികുത്തിമല കയറി. ഇപ്പൊ സമയം 3 മണി. ഇവർക്കൊരു സോങ് ഷൂട്ട് ചെയ്യാണ്ട് ഗൈസ്. കൊടികുത്തിമല ഞങ്ങൾ ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട്
ഫുള്ളായൊന്നും കയറില്ല. ഞങ്ങളിതുവരെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടോ. ഇവിടെ നിന്നാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. നേരെ ശരി നേരെ ഇങ്ങോട്ട് തിരിയൂ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മരം കയറി ജഗറ. ആളുകളൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഞങ്ങൾ കോഫി അടിക്കാൻ വേണ്ടിയിട്ട് കൊടികുത്തിമല കോച്ചിൽ കയറിയിരിക്കണം കേട്ടോ. കോച്ച് കഫേയുടെ മുകളിൽ കയറിയ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് തൊട്ടടുത്തുണ്ട്. ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് അവരെ കയറ്റിയിട്ടില്ല. അതിനാൽ രണ്ടാളും ഇവിടെ തെറ്റി നിൽക്കുകയാണ്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അതിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇവർ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ സോങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആളുകൾ കാരണം അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കോഫി പറഞ്ഞു, ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു, ഇതൊക്കെ കുടിക്കണം. ലേറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത്. ഫുഡ് കഴിക്കാൻ പോകാൻ പ്ലാനുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ലേറ്റായിട്ടാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ കൊടികുത്തിമലയിൽ നിന്നും പോന്നു കേട്ടോ. ഞങ്ങൾക്ക് വേറെ സ്ഥലം വരെയും കൂടി പോകാനുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ പിന്നെ ഫുഡ് നിർബന്ധമാണ് കേട്ടോ ഗൈസ്. റോസ്റ്റ് എങ്ങനെ കഴിക്കാം? പെരിന്തൽമണ്ണ ചില്ലീസിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണാം.